കണ്ണൂരിൽ കെ.എസ്.ആർ.ടി.സി ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടം. രാവിലെ കാടാച്ചിറ ഡോക്ടർ മുക്കിലാണ് സംഭവം. കണ്ണൂരിലേക്ക് വരുന്ന കെ.എസ്.ആർ.ടി.സിയും തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, വാഹനങ്ങളുടെ കിടപ്പ് കണ്ടാൽ കാര്യമായ അപകടമാണ്, പക്ഷേ ആശ്വാസ വാർത്തയാണ്, സാരമായ പരിക്ക് പലർക്കുമില്ല. കൃഷ്ണരാജ്, ഏതാണ്ട് 7:30 ഈ ഒരു സംഭവം നടക്കുന്നത്. വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സും അതുപോലെ തന്നെ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഏതാണ്ട് കാടാച്ചിറ ഡോക്ടർ മുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ഒരു അപകടം. പരിക്കേറ്റ ആളുകളൊക്കെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വിവരം. കൃഷ്ണരാജ്, ഈ നാട്ടുകാർ എന്താണ് പറയുന്നത്? അമിതവേഗത്തിൽ വന്നാലാണ് ഒരുപക്ഷെ ഇങ്ങനെ അപകടം ഉണ്ടാവുക. കാരണം ബസ്സിൻ്റെ മുൻഭാഗമൊക്കെ നന്നായി തകർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അപകടം കാരണമായി പറയുന്നത് എന്താണ്? ഇതൊരു വളവ് ഉള്ള പ്രദേശമാണ്. ഈ വളവിൽ വെച്ചാണ് ഈ ഇരുവാഹനങ്ങളും കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മഴയത്ത് ചവിട്ടി കിട്ടാഞ്ഞതാണോ, ബ്രേക്ക് ചവിട്ടി കിട്ടാഞ്ഞിരുന്നതാണോ എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. അതിലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന പ്രാഥമിക അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ട് ബസ്സുകൾക്കും, അതായത് കെ.എസ്.ആർ.ടി.സി ബസ്സിന്റെ സീറ്റിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളവിൽ തിരിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം മറ്റ് കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ വന്ന പ്രാഥമിക അന്വേഷണം മടങ്ങിപ്പോയിട്ടുണ്ട്. കൃഷ്ണരാജ്, ശരി. കണ്ണൂരിൽ കെ.എസ്.ആർ.ടി.സി ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കാടാച്ചിറ ഡോക്ടർ മുക്കിലാണ് സംഭവം. പരിക്കേറ്റവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ പരിക്ക് ഗുരുതരമല്ല എന്നത് ആശ്വാസ വാർത്തയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.